എന്താ വേണ്ടെന്ന് വെച്ചാൽ അത് പറഞ്ഞു. ആപ്പിൾ എടുക്കട്ടെ? അതും 1 കിലോ കിട്ടോ. പിന്നെ മോന് മുന്തിരി വേണോടാ? ഒന്ന് വേണമെങ്കിൽ കഴിച്ചു നോക്ക്. വേണ്ടേ? ശരി, അത് 1 കിലോ. ഓറഞ്ച് അതും വേണം. അത് വേണ്ട മോനെ, നന്നായിട്ട്. നന്ദിനി നിവാസ്, ഇത് മുടപ്പല്ലൂര് നമ്മുടെ കാവിന്റെ അടുത്താണ്. സാറും ഒരു കാര്യം ചെയ്യും, നേരെ ചെന്ന് എടുത്തോണ്ട് മാം, എന്താ ഇത്? നന്ദിനി വീട് തന്നെ? നിങ്ങളാരാണ്? നാങ്ക നന്ദിനിയുടെ ഫ്രണ്ട്സ്. ഓ, നന്ദിനിയുടെ കൂട്ടുകാരാണോ? വരൂ വരൂ. നീ വെള്ളം കുടിക്കൂ. ചെന്നൈയിൽ നിന്ന് വന്നതാണോ? എപ്പോഴാ വന്നത്? എനിക്ക് മോർണിംഗ്. மேம், நந்தினி பற்றி உங்ககிட்ட கேட்கலான்னு வந்திருக்கோம். ഓ, നന്ദിനിക്ക് അത്ര സുഖമില്ല, മുകളിൽ ഉറങ്ങുന്നു. വിളിക്കട്ടെ? നന്ദിനിയെ കാണാൻ ഇതുവരെ കൂട്ടുകാരും വന്നിട്ടില്ല. നിങ്ങൾ വന്നു എന്ന് പറഞ്ഞാ വലിയ സന്തോഷാവും. ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ പോവാ. നിങ്ങള് ഊണ് കഴിച്ചിട്ട് പിന്നെ പോവാം. എന്താ? എവിടെയും പോവരുതേ, ഞാൻ ഇപ്പൊ വരാം. നന്ദിനി, നിന്റെ കൂട്ടുകാരൊക്കെ വന്നിരിക്കുന്നു. നീ ഇനി ഉറങ്ങാണോ? എണീറ്റ് താഴേക്ക് വാ. കൃഷ്ണ, എങ്ക പോற? என்ன? அங்க பாரு. എന്തിനാ ഇവിടെ വന്നത്? ஆண்டி, நந்தினிக்கு என்ன நடந்துச்சுன்னு சொல்ல முடியுமா? அவங்கள ஏன் இப்படி വീട്ടിക്ക് പിന്നാടിയെ പൊതച്ചിട്ടീങ്ക? പറ്റില്ല, എന്റെ മോളെ ഇവിടെ നിന്ന് കൊണ്ടുപോവാൻ പറ്റില്ല. நீங்க நம்புவீங்களான்னு தெரியல, ஆனா இந்த போட்டோஸ் கொஞ்சம் பாருங்க ப்ளீஸ். இது நந்தினி படிச்ச காலேஜில் எடுத்த போட்டோஸ். அவ காலேஜில் படிக்கும்போது போன வந்த இடங்கள்ல இதெல்லாம், இந்த போட்டோஸ்ல தெரிகிற உருவம்லாம் அவளா இருக்குமோன்னு தோணுது. நந்தினியோட ஆவி அமைதி இல்லாம அலையுதுன்னு நினைக்கிறேன். നന്ദിനി, എന്റെ മോളെ ആരെയൊക്കെയോ കാണാൻ പോന്നല്ലോ. എന്നെ എന്താ മോളെ കാണാൻ വരാത്തത്? എന്റെ മോൾക്ക്
നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? എന്തിനാണ് കോളേജ് പാതിയിൽ നിർത്തിയത്? നിങ്ങൾക്കറിയാമോ മാം? ஆண்டி, நந்தினி உடம்ப எரிக்கணும். அப்பதான் வாவி அமைதியாகும். அதுக்கு பண்ண வேண்டிய சடங்க சீக்கிரம் பண்ணுங்க ஆண்டி, ப்ளீஸ். നന്ദിനിക്ക് 10 വയസ്സായിരിക്കുമ്പോഴേ അവളുടെ അച്ഛൻ മരിച്ചുപോയി. இந்த ஊரில் அவங்களுக்கு ஹாஸ்பிட்டல் எஸ்டேட்டுன்னு நிறைய ப்ராப்பர்ட்டி ഉണ്ട്. ഇരുந்துം നന്ദിനിയുടെ അച്ഛൻ ഇറന്നതിനപ്പുറം അവളുടെ അമ്മ இந்த ஊரில் ആരുടെ കൂടെയും പേശുന്നതുമില്ല, പഴകുന്നതുമില്ല. നന്ദിനി പഠിപ്പ് പാതിയിൽ വിട്ടിട്ട് വന്നുവെന്ന് എല്ലാവർക്കും தெரியும். പക്ഷേ ஏன் எதுக்குன்னு ആർക്കും தெரியாது. അവളും ചൊല്ലല. ചെന്നൈയിൽ അവൾക്ക് ഏതോ ഒന്ന് നടന്നിരിക്കണം. ഒരു നാള് നന്ദിനി അവളുടെ വീട്ടു മാടിയിൽ നിന്ന് കുതിച്ച് തർക്കൊല പണിട്ട. അവ കാര്യത്തുക്കാക ഊരേ തിരണ്ടു പോനോ. പക്ഷേ നന്ദിനിയുടെ അമ്മ ആരെയും വര വേണ്ടാമെന്ന് ചൊല്ലിട്ടാങ്ക. ആനാ ഇവളവ് നാളെ ഉടമ്പ് എരിക്കാമ വീട്ടിലേ ഏതോ ഒരു അസംഭാവിതവും നടന്നിട്ടില്ല. கிருஷ்ணா, என்னாச்சு?